കർത്താവിൽ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചക്കാലം കർത്താവ് നമ്മളെ അത്ഭുതത്തോടെ നടത്തി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം ജയത്തിൻ്റെ ദിവസമാണ്, ഈ ദിവസം അത്ഭുതത്തിൻ്റെ ദിവസമാണ്, ഇന്ന് പുനരുദ്ധാനത്തിൻ്റെ ദിവസമാണ്. ഈ ഞായറാഴ്ച നിങ്ങളറിയാത്ത ചില നന്മകൾ, ഇന്ന് വരെ അനുഭവിക്കാത്ത ആത്മീയ സാന്നിധ്യം, ആത്മാവിൻ്റെ പകർച്ച നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, സമ്പത്തിൽ, എല്ലാ മേഖലകളിലും കർത്താവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആ യേശു ഇന്ന് ഈ പ്രോഗ്രാമിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നിടത്ത്, അതെ, നമ്മളെ കഴിഞ്ഞൊരാഴ്ച കാലം നടത്തിയ ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെയും നിങ്ങളുടെ ഭവനങ്ങളിൽ ആമേൻ ഇന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ യാത്രയിലാണോ, നിങ്ങൾ ഇന്നത്തെ ദിവസം മീറ്റിങ്ങിന് പോകാൻ ഒരുങ്ങുകയാണോ, നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് വന്ന അവസ്ഥയാണോ, എന്തു ആയിക്കോട്ടെ, ആ ഉയർപ്പിൻ്റെ ശക്തി എല്ലാ മേഖലകളിലും കർത്താവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, പുതിയൊരു അനുഭവത്തിന് വേണ്ടി കുതിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ, ഈ സൺഡേ, ആമേൻ, ഈ ഞായറാഴ്ച, ഇന്നത്തെ ദിവസം, ആമേൻ, പുതിയൊരു അനുഭവത്തിലൂടെ കർത്താവ് എന്നെ നിങ്ങളെ നടത്താൻ പോവുക, നിർത്താൻ പോവുക. ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, ഒരു അനുഭവത്തിൻ്റെ ഒരു ചില ഭാഗങ്ങളാണ്. ആമേൻ. പരിശുദ്ധാത്മാവ്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം നമുക്ക് വായിക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അതെ, ഇന്ന് ഈ പ്രഭാതത്തിൽ, ഈ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പുനരുദ്ധാനത്തിൻ്റെ ഈ ദിവസം, ആമേൻ, ജീവനില്ലാത്ത അവസ്ഥയിലിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? തകർന്ന അവസ്ഥയിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ആമേൻ, ചില അനുഭവങ്ങൾക്ക് വേണ്ടി കൊതിച്ചു. ആമേൻ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ നിറയ്ക്കുന്ന ഒരു ദിവസമാണ്. ചില അത്ഭുത പ്രവൃത്തിയുടെ, ചില വീര്യപ്രവൃത്തിയുടെ ദിവസമാണ്. ആമേൻ, കർത്താവ് ചില നന്മകൾ നിനക്ക് വേണ്ടി ഒരുക്കാൻ പോവുക. ദൈവജനം പറയാണ്, അവർ ഭാരപ്പെട്ടിരുന്നപ്പോൾ, അവർ ഭയപ്പെട്ടിരുന്നപ്പോൾ, ആമേൻ, ആ പെന്തക്കോസ്ത് നാളിൽ അവരെല്ലാം കൂടെ തീരുമാനിച്ചു, നമുക്കെല്ലാം ഒറ്റ മനസ്സോടെ നമുക്കൊന്ന് ഇരുന്നാലോ, നമുക്കൊന്ന് ഇരിക്കാം. അതെ, ഇന്ന് ആമേൻ, വർഷിപ്പിന് പോകാനൊക്കെ ഒന്ന് റെഡിയായിക്ക്, ദൈവവചനം കേൾക്കാൻ, ആരാധനയ്ക്ക് പോകാനൊക്കെ ഒന്ന് റെഡിയായിക്ക്, സഭയിൽ പോയി ആമേൻ ദൈവവചനമൊക്കെ കേൾക്കുമ്പോൾ ഒറ്റ മനസ്സോടെ, പിറുപിറുപ്പല്ല. ആമേൻ, ഇതെല്ലാ ആഴ്ചയിലും കേൾക്കുന്നതാണല്ലോ, നോ, അല്ല, എനിക്ക് വേണ്ടിയ ഒരു പുതിയൊരു അനുഭവത്തിൻ്റെ നന്മ ആമേൻ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, കർത്താവ് ഒരുക്കിയിട്ടുണ്ട്, വലുതും വിശാലമായത്. ദൈവവചനം പറയാണ്, ആമേൻ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ചു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും ഒരു നിറവ് കർത്താവ് തരാൻ പോവുക. പരിശുദ്ധാത്മാവിലുള്ള ഒന്നാമത്തെ കാര്യമാണ് നിറവ്. ആമേൻ, പരിശുദ്ധാത്മാവ് ആദ്യം അപ്പോസ്തലന്മാരുടെ അടുക്കൽ വെളിപ്പെട്ടപ്പോൾ അവരുടെ വീട് മുഴുവൻ നിറച്ചു. അങ്ങനെയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവിൻ്റെ ഒരു അനുഭവം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക. ആമേൻ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോവുകയാണ്. പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്, നമുക്ക് വേണ്ടി വെളിപ്പെടാൻ. ആമേൻ, പുതിയൊരു നിറവിനെ ആഗ്രഹിച്ച്, ഞാൻ വർഷങ്ങളായി ശുശ്രൂഷിക്കുന്ന ആളായിരിക്കും, എനിക്ക് ഒത്തിരി അറിയാതിരിക്കും, ഓക്കെ, ഒരു കുഴപ്പമില്ല, അറിഞ്ഞു. ആമേൻ, നിങ്ങൾ കഴിവുള്ള ആൾ തന്നെയാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഞാനിത് വിളിച്ചു പറയുന്നത്. എനിക്കെല്ലാം ആയിട്ടില്ല, എനിക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൽ എനിക്ക് എവിടെയും വരെ എത്താവോ അവിടം വരെ എത്താൻ ഐ ആം റെഡി. പരിശുദ്ധാത്മാവിന് വേണ്ടിയത് പരിശുദ്ധാത്മാവെ ഉപയോഗിക്കണേ എന്ന് പറയുന്നവരെയല്ല. പരിശുദ്ധാത്മാവെ, ഐ ആം റെഡി, ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന് അവൈലബിൾ ആകുന്ന ചിലരെയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടിയത്. ഈ ഞായറാഴ്ച ആമേൻ, ആഗ്രഹത്തോടെ ഈ എപ്പിസോഡ് കാണുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യാൻ പോകും. ചില നിറവുകൾ, ഇന്നുവരെ അനുഭവിക്കാത്ത നിറവ് പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കാൻ പോവുക. ദൈവത്തിൻ്റെ വചനം പറയാണ്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും, നിങ്ങളുടെ ഭവനത്തിലെ മുഴുവൻ പേരുടെ മേലും, നിങ്ങളായിരിക്കുന്ന ഇപ്പോൾ ആയിരിക്കുന്ന അവിടെ ആ മുറിക്കകത്ത് മുഴുവൻ പേരുടെ മേലും ഒരു നിറവ് പരിശുദ്ധാത്മാവ്. അവരെല്ലാം എന്ത് ചെയ്തു? അവർ നിറഞ്ഞു. ആമേൻ. അവർ ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി പതിഞ്ഞു. എൻ്റെ മേൽ പതിഞ്ഞത് ഇനി ആർക്കും മായ്ക്കാൻ പറ്റത്തില്ല. പതിഞ്ഞതാ, അതിനി ആർക്കും മായ്ക്കാൻ പറ്റത്തില്ല. നിനക്ക് വേണ്ടി പതിഞ്ഞിട്ടുണ്ട്. ആമേൻ. നിനക്ക് വേണ്ടി അവൻ്റെ ശക്തിയുടെ വലിപ്പം പതിഞ്ഞിട്ടുണ്ട്. ദിവസങ്ങൾ അത് റിവീൽ ചെയ്യാൻ പോവുകയാണ്. അടുത്ത വാക്യം പറയണേ, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അതെ, ഇന്നത്തെ ദിവസം പുനരുദ്ധാനത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്. അതിൽ കൂടുതൽ എന്താ സന്തോഷം? അതിൽ കൂടുതൽ എന്താ സന്തോഷിക്കാൻ വകുപ്പുള്ളത്? ഒന്നുമില്ല. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു.
ആമേൻ. യേശുവിലുള്ള സന്തോഷം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയട്ടെ, ആ അനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കണം, കൊതിക്കണം. ആമേൻ, ആമേൻ. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പ്രാർത്ഥന നല്ല, പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ ഇരിക്കണം, വചനം കേൾക്കണം, ദൈവവചനം പഠിപ്പിക്കുന്നിടത്ത് പോകണം, ദൈവവചനത്തിൽ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നിടത്ത് നിങ്ങൾ പോകണം. അവിടെ നിങ്ങൾക്ക് ജീവൻ കിട്ടും, നിങ്ങളെ ശക്തിപ്പെടുത്തും, നിങ്ങൾക്ക് വേണ്ടിയ ദൈവപ്രവൃത്തി നടക്കും, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. ഭാരപ്പെടരുത്. ജീവൻ തരുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്താൻ മതിയായവന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്നേ ഒന്ന് വിശ്വസിച്ച് കണ്ടേ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയാണ്, 42-ാം വാക്യം പറയാണ്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. എന്തിനാ ഈ ഉപദേശം കേൾക്കുന്നത്? എന്തിനാ വചനം കേൾക്കുന്നത്? ഈ ഞായറാഴ്ചയ്ക്ക് ചില പ്രത്യേകത ഉണ്ടെന്നേ. ആമേൻ. നമുക്കിന്ന് ഈ രാജ്യത്ത് നമുക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. ആ വചനം കേൾക്കണം, ദൈവവചനം കേൾക്കണം. ആ വചനത്തിന് നമ്മളെ ബലപ്പെടുത്താൻ പറ്റും. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭവനം തകർന്ന ഭവനം. ദൈവദാസന്മാരിലൂടെ കേട്ട വചനം, ആ വചനം ഞങ്ങളുടെ അകത്ത് ഉറപ്പ് നൽകി. മറ്റൊന്നുമല്ല ഉറപ്പ് നൽകിയത്, യേശുവിലുള്ള വചനം. അവൻ കൈവിടത്തില്ല. ഇവിടെ വചനം പറയണം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കിട്ടും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തുടങ്ങിയപ്പം അവിടെ കൂട്ടസ്നാനമൊക്കെ നടന്നു. 3000 പേര് കർത്താവിലേക്ക് വന്നു. ആ 3000 പേരുടെ അപ്പോസ്തലന്മാർ പറയാണ്, നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, കൂട്ടായ്മ ആചരിക്കണം, ഫെലോഷിപ്പ്. ഈ ഞായറാഴ്ച ഫെലോഷിപ്പ് നഷ്ടപ്പെടുത്തരുത്, കൂട്ടായ്മ ആചരിക്കണം. 3, കർത്തൃമേശയിൽ പങ്കാളികളാണ്. ഞാൻ 4 പറയും. 4, പ്രാർത്ഥനയുള്ളൊരു ജീവിതം. ഈ ഞായറാഴ്ച നമുക്കൊന്ന് സമർപ്പിക്കാം. എനിക്കെല്ലാം ആയെന്ന് പറഞ്ഞിരിക്കരുത്. ആമേൻ. കർത്താവിലുള്ളൊരു സമർപ്പണത്തോടുകൂടെ, ജയത്തോടുകൂടെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച്, ആമേൻ, ഇന്നൊരു അത്ഭുതത്തിൻ്റെ ദിവസമാണ്, എനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും എന്ന് വാഗൊണ്ട് വിളിച്ചു പറഞ്ഞ്, പ്രത്യേകിച്ച് കർത്താവിനെ അറിഞ്ഞവർ ആമേൻ വീട്ടിൽ ഇരിക്കരുത്, ഇറങ്ങണം, സുവിശേഷം കേൾക്കാൻ ഓടണം, വചനം കേൾക്കാൻ ഓടണം, ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന വചനം കേൾക്കണം, ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ വീണ്ടും പറയട്ടെ, നിറവാഗ്രഹിക്കുന്നുണ്ടോ? ആമേൻ. കർത്താവ് നിറയ്ക്കാൻ പോവുകയാണ്. ആമേൻ. ഇന്നത്തെ ദിവസം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അകത്ത് ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫുൾനെസ് എല്ലാ മേഖലകളിലും. സന്തോഷമില്ലാത്ത അവസ്ഥയാണോ? സന്തോഷം വരാൻ പോവുക. സമാധാനമില്ലാത്ത അവസ്ഥയാണോ? സമാധാനം വരാൻ പോവുക. ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയാണോ? സഹായിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. പരിശുദ്ധാത്മാവെന്ന വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഈ ദിവസം ജയത്തോടെ കർത്താവ് നടത്തട്ടെ. ഇത് കേൾക്കുന്നവർ ആമേൻ, അടുത്ത ആഴ്ച, ഇന്ന് പറ്റിയില്ലേ, അടുത്ത ആഴ്ച ഉറപ്പായിട്ടും പോകണം. എനിക്ക് ഈ അനുഭവത്തിലൂടെ ഒന്ന് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് ഈ ദിവസം ജയത്തോടെ പുതിയൊരു അനുഭവത്തിലൂടെ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നടത്തട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ യേശു നമുക്ക് വേണ്ടി ഉണ്ടെന്നേ, ആ യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനുണ്ടെന്നേ, ആ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടിയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ലവനും വിശ്വസ്തനുമായവനെ, കർത്താവ്, ഞങ്ങൾ ഒരു മനസ്സോടെ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ലാത്ത അവസ്ഥ, ചില കാര്യത്തിൽ ശൂന്യത, കർത്താവ് എല്ലായിടത്തും പൂർണ്ണത വരട്ടെ, എല്ലായിടത്തും നിറവ് വരട്ടെ. ആമേൻ. സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവ് പുതിയൊരു അനുഭവത്തിലൂടെ, അതെ, ആത്മാവിൻ്റെ പദ്ധതിയുടെ പ്രദർശനം ഇവരിലൂടെയും അവരുടെ ഭവനത്തിലൂടെയും തലമുറയിലൂടെയും കർത്താവ് അങ്ങ് ചെയ്തതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ആത്മീയ വർധന ഇവരുടെ ജീവിതത്തിൽ വരട്ടെ. ഇന്നുവരെ ആമേൻ ചെയ്യാത്ത ചില വീര്യപ്രവൃത്തികൾ ആമേൻ ഇവരുടെ കയ്യാൽ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. ഇവരെ നോക്കി അനേകരെ അതിശയിക്കുന്നത് പോലെ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ അവിടെ വന്ന 18 രാജ്യക്കാർ ഇവരെ നോക്കി അതിശയിച്ചതുപോലെ, ആമേൻ, അവരെ നോക്കി അതിശയിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ മേൽ അങ്ങയുടെ ശക്തിയെ വെളിപ്പെടുമ്പോൾ, ഞങ്ങൾ പറയുന്ന വാക്കുകളാൽ സൃഷ്ടിപ്പുകൾ സംഭവിക്കുമ്പോൾ ഞങ്ങളെ നോക്കി അതിശയിക്കുന്ന നിലയിൽ വലിയ ദൈവപ്രവൃത്തി സ്വർഗം അങ്ങ് ചെയ്തതിനായി നന്ദി. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. പുതിയൊരു അനുഭവത്തിൽ കർത്താവ് നിങ്ങളെ നിറച്ചിട്ടുണ്ട്. അതെ, ആഗ്രഹത്തോടെ ഇറങ്ങിക്കുകയും വലിയൊരു ദൈവപ്രവൃത്തി കർത്താവ് നിങ്ങളോട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ജയത്തിൻ്റെ ദിവസമാണ്. ഇന്നത്തെ ദിവസം അത്ഭുതത്തിൻ്റെ ദിവസമാണ്. അതേ പരിശുദ്ധാത്മാവ് വലിയൊരു നിറവ് ഇന്നിത് പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ വീടൊക്കെ ഒന്ന് കണ്ടേ, ആമൻ, ചുറ്റുമൊക്കെ നോക്കിക്കുകയും ഒരു നിറവ് അവിടെ ഉണ്ട്. അതെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, എല്ലാത്തിനെയും നിറയ്ക്കുന്നവൻ, ആ നിറവാകുന്ന പരിശുദ്ധാത്മാവ് ഇന്നത്തെ ദിവസം നിങ്ങളെ ജയത്തോടെ നടത്തും. ഗോഡ് ബ്ലെസ് യു. ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക. കേട്ട വചനങ്ങൾ ഏറ്റെടുത്തവർ ആമേനൊക്കെ കമൻറ്റ് ചെയ്യാം. ഗോഡ് ബ്ലെസ് യു. നാളെയും പ്രഭാതത്തിൽ നമുക്ക് കാണാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.